ഇന്ന് കുഞ്ഞൻ ഡിസ്ചാർജ് ആയി. ഞങ്ങളങ്ങനെ മീനുന്റെ വീട്ടിൽ പോവാട്ടോ. ഇവിടെ കുറച്ച് ദിവസമായിട്ട്, അതായത് 4-5 ദിവസമായിട്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇവര് തൊട്ടരികത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലാണെന്നുള്ള ഒരു തോന്നലൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നും കുഞ്ഞിനെ കാണാൻ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവുമായിരുന്നു. പിന്നെ മീനു ഇവിടുത്തെ സ്ഥിരം സന്ദർശകയാണ്. അവള് സ്കൂളിൽ പോയി വരുന്നത് നോക്കിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എപ്പോഴും നല്ല സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക്. ഇടയ്ക്കുള്ള ഈ ഇഞ്ചക്ഷനും കരച്ചിലും ഒഴിച്ചാ അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പകലൊക്കെ ആണെങ്കിൽ ഇവിടെ തണുപ്പും കാറ്റും ചൂടും, ചൂടല്ല വെയില്, നല്ല രസമായിരുന്നു. പകലൊക്കെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് വെളിയിൽ ഇറങ്ങും കേട്ടോ. അവളല്ലെങ്കിൽ അകത്തിരുന്ന് ബോറടിക്കത്തില്ലേ, ചുമ്മാ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാ വെളിയിലൊക്കെ കാണാൻ. സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് മീനു അറിയുന്നത് നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആണ്. അവൾക്ക് ആദ്യമൊന്നും സങ്കടമൊക്കെ വന്നായിരുന്നു, കാരണം നമ്മൾ ഇന്ന് തിരിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അവൾക്ക് പ്രോമിസ് ചെയ്തു നമ്മൾ ഇന്ന് പോകത്തില്ല എന്ന്. ആ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞമ്മയുടെ ലാബ്. ഇതിന്റെ ഫ്രണ്ടിലാട്ടോ ക്യാൻറ്റീൻ. 6 മണിക്കത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ എറിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊടുത്തു. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടും അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ തമ്മിലുള്ള ദൂരം എത്രയെന്ന്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയാലോ? ബായോ. ആ കാണുന്നതാട്ടോ നമ്മുടെ വീട്. അവിടെ നമുക്ക് ഒരാളും കൂടിയുണ്ട്, കുട്ടു, നമ്മുടെ പട്ടിക്കുട്ടിയാട്ടോ. അവന് ഇവർക്ക് കളഞ്ഞു കിട്ടിയതാണ്. അവന് ഇവര് ചെറിയൊരു ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ദിവസത്തെ പരിചയം കൊണ്ടാണ് അവൻ ഈ വാലാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് പുറകിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഉള്ളത്. ഹോസ്പിറ്റലിന്റെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇവരുടെ ബാക്ക് സൈഡ്, വീടിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുഞ്ഞമ്മേനെ വിളിക്കും. കുഞ്ഞമ്മ അപ്പൊ എനിക്ക് എടുത്തു തരും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വന്നാണെന്നുള്ള ഒരു ചിന്തയൊന്നും അവർക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു. അവർ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. അവരുടെ എൻജോയ്മെന്റ് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇന്ന് ചിറ്റപ്പന്റെ വക സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വെളിയിലേക്കൊക്കെ ഇറങ്ങി കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ നോക്കിയപ്പോഴാണ് നമ്മുടെ റിസോർട്ട് കണ്ടത്. ഒരു കപ്പലിന്റെ ഷേപ്പിലാട്ടോ ആ റിസോർട്ട് ഉണ്ടാക്കി വെച്ചേക്കണത്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എന്നാ പോവാം എന്ന് വിചാരിച്ച് റെഡി ആയപ്പോൾ ഇവർക്ക് റീല് ചെയ്യണമെന്ന് പറഞ്ഞു. അവര് റീൽ പ്രാക്ടീസ് ആണ്. അങ്ങനെ നമ്മൾ റെഡിയായി വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും മീനുവിന് ഭയങ്കര സങ്കടക്കടലായിരുന്നു. അങ്ങനെ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വരാം എന്ന് അവൾക്ക് പ്രോമിസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ അച്ഛനും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവർക്ക് ഇവിടെ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ആ കാണുന്നതാട്ടോ നമ്മൾ ഇന്നലെ കണ്ട റിസോർട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.